ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 37. സംസ്ഥാനത്ത് ചൂട് കനക്കുകയാണ്. പക്ഷേ നമ്മുടെ വയനാട് ഇങ്ങനെ തണുത്തിരിക്കുന്നു. എന്തൊരു കാഴ്ചയല്ലേ! രാവിലെ നല്ല കോട, നല്ല തണുപ്പ്. എന്തായാലും ഇലക്ഷൻ ചൂടിന് ഒരു തണുപ്പുമില്ല കേട്ടോ. കാരണം വയനാട്ടിലെ 3 മണ്ഡലങ്ങളും അങ്ങനെ കത്തിക്കയറുന്നു. ഉച്ചയിലാണ് ആ ചൂട്. പക്ഷേ അല്ലാത്ത ക്ലൈമറ്റ് ഉണ്ടല്ലോ, കാലാവസ്ഥ, അത് രാവിലെ വേറൊരു വൈബ് തന്നെ. എന്തൊരു തണുപ്പല്ലേ കോട, അതും ഈ ഏപ്രിൽ മാസത്തിൽ. ആന 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 ഇറങ്ങൂടെ. അവിടെ ആന നമ്മൾ വരുന്ന പുലി എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ആ, ബുദ്ധിമുട്ടുണ്ടായോ? ഇല്ല. ആ, നമ്മൾക്ക് ഇവിടെ തന്നെ ജനിച്ച് വളർന്ന്. ഇലക്ഷൻ എന്താ അവസ്ഥ? അരിവാളിനെ കൊടുക്കുള്ളൂ. ആണോ? ആ, എന്നാ പോട്ടെന്നാല്. ശരി, ഓക്കെ, കാണാം. മണ്ഡലത്തിന്റെ രുചി അറിഞ്ഞുള്ള യാത്ര, നമ്മുടെ രുചിമണ്ഡലം. അത് തുടങ്ങാൻ വയനാട്ടിലെ ഏറ്റവും നല്ല സ്പോട്ട് ഏതാ? ഒറ്റുത്തരം, നമ്മുടെ സ്വന്തം ഉണ്ണിയപ്പക്കട. അപ്പൊ മണ്ഡലം ഏതാ? മാനന്തവാടിയോ? മാനന്തവാടി. ഇലക്ഷൻ എന്താ അവസ്ഥ? പൊതുവെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇലക്ഷൻ വഴിക്ക് പോകുന്നുണ്ട്, നമ്മൾ ഈ വഴിക്ക് പോകുന്നുണ്ട്. അല്ലാണ്ട് പിന്നെ നമ്മൾ ഇലക്ഷന്റെ വഴിക്ക് പോയാലേ കാര്യം നടക്കും. രാവിലെ 3 മണിക്ക് തുടങ്ങുന്ന കുക്കിംഗ്, പാചകം ഭയങ്കര ഫേമസ് ആണ് ഉണ്ണിയപ്പം ഇവിടുത്തെ അല്ലേ? എത്ര ഉണ്ണിയപ്പം കഴിക്കും ഒരു ദിവസം? ഞങ്ങൾ അങ്ങനെ കഴിക്കൊന്നുമില്ല. ഇല്ലല്ലേ? നമ്മളൊരു പഴഞ്ചിന്റെ മുറ്റത്തെ മുന്നേക്ക് മണമില്ലെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഇവർക്ക് ഇതിന്റെ വില അറിയില്ല. നമ്മളിപ്പോൾ അവിടെ നിന്നൊക്കെ വണ്ടി വിളിച്ച് വരിക ഇവിടുത്തെ ഉണ്ണിയപ്പം കഴിക്കാൻ. അല്ല, ഇലക്ഷനൊക്കെ ആയിട്ട് എന്താ അവസ്ഥ പൊതുവെ? ഇലക്ഷൻ ആർക്കാ കുത്തേണ്ടത്? മണ്ഡലം അരിവാളാണ് കയ്യിലല്ലേ? അതെ, അരിവാളാണ് ചിഹ്നോ. അരിവാൾ ചിഹ്നം. ചാത്തോടെ അവിടെ ആനശല്യം വല്ലതും ഉണ്ടോ? ഇല്ല, ആന അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല. അതിന്റെ വീടിന് ചുറ്റും ആനയാ. ആ, അപ്പൊ ശല്യല്ലേ അത്? പക്ഷെ ഒരു കായ്, അത് കുഴിയാനയാ. ആ, കുഴിയാന. മാനന്തവാടിയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ സഞ്ചരിച്ച നമ്മുടെ തെറ്റോട് ജംഗ്ഷനിലെത്തും. അതായത് റോഡ് ഇവിടെ തെറ്റി പിരിയാട്ട് രണ്ടായിട്ട്. അതാണ് തെറ്റോട് ജംഗ്ഷൻ എന്ന പേര് വരാൻ കാരണം. ഈ റോഡ് നേരെ മൈസൂര്, നേരെ തിരുനെല്ലി. അവിടെയാണ് നമ്മുടെ ചെറിയ പഴയകാല കട, ഉണ്ണിയപ്പക്കട. 1-2 വർഷം കേട്ടോ, 58 വർഷം, 60 വർഷത്തോളമായി ഈ ഉണ്ണിയപ്പക്കട തുടങ്ങിയിട്ട്. 60 വർഷമായി. അച്ഛൻ്റെ കാലത്ത് തുടങ്ങിയതാണ്. രാവിലെ 6:30 തുറക്കും. സാധനം കഴിയുന്ന പോലെ, ചിലപ്പോൾ നേരത്തെ കഴിയും. ടൈറ്റ് മത്സരമാണ് ഇവിടെ. എന്താ ചെറിയൊരു ചെറിയ വോട്ടിന് ജയിക്കുള്ളൂ. ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ട്? ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല. എത്ര കയറ്റി? ഒരു 3-4 ആണ്. കനത്ത ബോളിംഗ് ആയിരുന്നു. പിന്നെ പാർസലുണ്ട്. നാട് എവിടെയാ? തൃക്കാക്കര. എന്താ അവസ്ഥ ഇലക്ഷൻ പൊതുവെ അവിടെ? UDF ആണ് ഇത്ര നാൾ അവിടെ ജയിച്ചു വന്നേക്കണത്. അത് ഉമാ തോമസിന് മണ്ഡലല്ലേ? ഉമാ തോമസിന് മണ്ഡലം. കൊണ്ടോ. അപ്പൊ ഒരു തുടർഭരണം പ്രതീക്ഷിക്കാമോ? അത് പറയാൻ പറ്റില്ല. ഒരു മാറ്റം എന്തായാലും ഉണ്ടാവും. നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഇങ്ങനെ കറങ്ങി വരാം. വാ. ഏതാ മണ്ഡലം? ഏതാ? ബത്തേരിയോ? കൽപ്പറ്റ. സിദ്ദീഖിന്റെ മണ്ഡലം. ആര് ജയിക്കും എന്ത് തോന്നുന്നു? സിദ്ദീഖ് തന്നെയാണെന്ന് വിചാരിക്കുന്നു. ആണോ? പറയാൻ പറ്റില്ല, സിദ്ദീഖ് തന്നെ ആയിരിക്കും. പിണറായി വീണ്ടും വരും എന്ത് തോന്നുന്നു? പിണറായി വരാൻ ചാൻസ് കുറവാ. ആണോ? അഭിപ്രായത്തിൽ ധാർഷ്ട്യം ഒന്ന് കുറച്ചാൽ എല്ലാം റെഡിയായി വരും. ഞാനൊക്കെ സ്ഥിരമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിന്റെ ആളാണ്. സ്ഥിരമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിന്റെ ആളാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് ഈ ധാർഷ്ട്യം കാണിക്കുമ്പോൾ നമുക്കൊരു വിഷമം അതുണ്ടല്ലോ. ആർക്കായാലും നിങ്ങൾക്കാണെങ്കിലും എല്ലാം നമുക്കാണെങ്കിലും ഒക്കെ ഉണ്ടാവും. എന്താ ഇലക്ഷൻ അവസ്ഥ അവിടെ? അവിടെ കോൺഗ്രസ് ആണ്. IC ബാലകൃഷ്ണൻ. കൽപ്പറ്റയോ? കൽപ്പറ്റ പറയാൻ പറ്റില്ല. ഒരു മാറ്റം ഉണ്ടോ? ചിലപ്പോൾ മാറ്റം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഭരണമാറ്റം ഉണ്ടാവും. ആണല്ലേ? വരണം. ഞങ്ങളുടെ തന്നെ കമ്മീഷനുകൾ വെട്ടിക്കുറച്ചു. ഞങ്ങൾക്ക് ടിക്കറ്റിന് വില കൂട്ടി. ഞങ്ങൾക്ക് ഒരുപാട് ഇപ്പോൾ ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. എന്താ അവസ്ഥ? കേള് കത്തിക്കൊണ്ടിരിക്കുക. കേളുവാണ് ഇവിടുത്തെ മെയിൻ ആള്. മാനന്തവാടി കേളോട്ടം കൊണ്ടുപോകും. അത് ഉറപ്പാണ്. കൽപ്പറ്റയോ? കൽപ്പറ്റനെ കുറിച്ച് അറിയില്ല. എന്തൊക്കെയാ സുഖം തന്നെ എല്ലാവർക്കും? എവിടെയാ വോട്ട്? എവിടെയാ? കൽപ്പറ്റ. എന്താ ഒരു പൊതുവെ ഇടതുപക്ഷം വരുവോ? സിദ്ദീഖിന്റെ മണ്ഡലല്ലേ? ആയിക്കോട്ടെ. അതിനെന്താ? ആളുണ്ടായിട്ട് കാര്യമില്ല. ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? അതില്ല. ഈ സതീശനൊക്കെ പിന്നെ സ്ഥലം എടുത്തിട്ട് ഒറ്റ വീടും കൊടുത്തില്ല.
അവർ പറയുന്നത് എന്താ, അത് ചോദിച്ചപ്പം ചാനലുകാർ ചോദിച്ചപ്പോൾ പറഞ്ഞത് ആ പണി തുടങ്ങി, നിങ്ങൾ അന്വേഷിച്ച് നോക്കിയെന്ന്. അന്വേഷിച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല, അവിടെ ഒരു കല്ലിട്ടിട്ടില്ല, പഞ്ചായത്തിൽ നിന്ന് ഒരു പെർമിറ്റ് വരെ എടുത്തിട്ടില്ല. അപ്പം നുണയല്ലേ, ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയില്ല. ആരാ മാറണ്ടേ ഇപ്പോ? സ്ഥിതിക്ക് മാറി അനിൽകുമാർ വരട്ടെ. അപ്പൊ പിണറായി മാറിയിട്ട് ഈ സതീശൻ വരട്ടെ? ഇല്ല, അത് വരില്ല, അത് വേണ്ട, പിണറായി വരണം. ബത്തിന് എന്താ അവസ്ഥ? എന്തോന്ന് ബത്തേരി മാറുമെന്നാ പറയുന്നത്. മാറാൻ സാധ്യത കുറവാണ്. ഐസി തുടരും. പിന്നെ മാനന്തവാടി കേളു അത് കേളിട്ട് ഉറപ്പിച്ച്. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ അലയൊലികൾ ഇപ്പോഴും വയനാട്ടിൽ നിന്ന് മാറിയിട്ടില്ല. അതിനിടെ വീണ്ടും ഇലക്ഷൻ. അപ്പോൾ മെയ് 4 അറിയാം ആര് വാഴും ആര് വീഴുമെന്ന്.